പാർലമെന്റിലെ DMKയുടെ നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് NDA സഖ്യം. മണ്ഡല പുനർനിർണയം, വനിതാ സംവരണ ബിൽ എന്നിവ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് DMKയെ ഒപ്പം കൂട്ടാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും. തമിഴ്നാട്ടിൽ കോൺഗ്രസ് TVKയ്ക്കൊപ്പം ചേർന്നതോടെ DMK അകന്നു. നിലവിൽ പാർലമെന്റിൽ അംഗബലം കൊണ്ട് DMK പ്രതിപക്ഷ നിരയിലെ മൂന്നാം കക്ഷിയാണ്. ശീതകാല സമ്മേളനത്തിൽ DMKയുടെ നിലപാടുകളിൽ കണ്ണും നട്ടിരിക്കുകയാണ് BJP. പ്രതിപക്ഷ നിരയിലാണെങ്കിലും കോൺഗ്രസിനൊപ്പം നിൽക്കാതെ സ്വതന്ത്ര നിലപാടാണ് DMK സ്വീകരിക്കുന്നത്. വന്ദേമാതരം ആലാപനം സംബന്ധിച്ച ബില്ലിലും നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും DMK സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചു. വന്ദേമാതര ബില്ലിനെ കനിമൊഴി നിശിതമായി പാർലമെന്റിൽ വിമർശിക്കുകയും ചെയ്തു. അതേസമയം പാറ്റ സമരത്തിനോടുള്ള സമീപനം വ്യക്തമാക്കാതെ തുടരുകയാണ് DMK. വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ പോലീസ് അതിക്രമം ഉണ്ടായപ്പോൾ DMK മൗനത്തിലായിരുന്നു. 8 അംഗങ്ങളുള്ള DMK രാജ്യസഭയിലും സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചു വരികയാണ്. DMKയെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താൻ കോൺഗ്രസും നീക്കങ്ങൾ നടത്തുന്നില്ല. മണ്ഡല പുനഃക്രമീകരണം ഉൾപ്പെടെ ചില ബില്ലുകൾ നിയമമാകണമെങ്കിൽ പാർലമെന്റിൽ NDA സഖ്യത്തിന് 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ DMKയെ ഒപ്പം നിർത്താൻ BJP ചില അണിയറ നീക്കങ്ങൾ നടത്തുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള DMK നേതാക്കൾ ഇതുവരെയായും പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.